ഫ്രണ്ട്സ്, മാൾസ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് മണ്ടേല ആർട്ട് ബോട്ടിൽ ചെയ്യാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഗ്രേഡിയൻ്റ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഫേസ്ബുക്ക് പേജും കൂടി സപ്പോർട്ട് ചെയ്യുക. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ ആർട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൽ ബേസ് കോട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വൈറ്റ് കളർ ബേസ് കോട്ടാണ് അടിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബേസ് കോട്ട് അടിച്ചെടുക്കാം. ഇപ്പോഴത്തെ ഞാൻ ബേസ് കോട്ടൊക്കെ അടിച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ബോട്ടിൽ. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു ഗ്രേഡിയൻ്റ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് മുമ്പേ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് 3 ഷെയ്ഡ്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് ലൈറ്റ് ബ്ലൂ, പിന്നെ ഡാർക്ക് ബ്ലൂ, പിന്നെ ഒരു ടീൽ ബ്ലൂവും. അപ്പോൾ ഞാനിത് ഫുള്ള് ബ്ലൂവിൻ്റെ ഷെയ്ഡ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അതിനുശേഷം ഒരു പാലറ്റും പിന്നെ ഇച്ചിരി വെള്ളവും പിന്നെ സ്പോഞ്ചും എടുക്കാം. അപ്പോൾ ഓരോ കളറിനും ഓരോ സ്പോഞ്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് അത് ഓരോന്നും പാലറ്റിലായിട്ട് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോട്ടിലോട്ട് അടിച്ചു കൊടുക്കാം. നമ്മൾ ഓരോ കളറിനും ഓരോ സ്പോഞ്ച് ഉപയോഗിക്കുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കളറ് കിട്ടുക. അതിനുശേഷം നമുക്കത് ഫുള്ളായിട്ട് നമ്മുടെ ബോട്ടിൽ കളർ വൈസ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലാസ്റ്റ് അത് തമ്മിലൊക്കെ ഒരു കണക്ഷൻ വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ഒരു സ്പോഞ്ചിലാക്കിയിട്ട് എല്ലാത്തിൻ്റെയും മുകളിൽ ഇതുപോലെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാത്തിനും തമ്മിലും ഒരു കണക്ഷൻ പോലെ തോന്നും. ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പണി ഏകദേശം കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിൽ വേണമെങ്കിൽ എഴുതാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാം. അപ്പോൾ ഞാനിന്നിവിടെ ഒരു മണ്ടേല ആർട്ടിൻ്റെ പിക്ചർ ആൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് ചെയ്യുന്നത് ഈ ഒരു ബോട്ടിൽ. അപ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കത് ട്രേസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യെല്ലോ കാർബൺ പേപ്പറാണ് ട്രേസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു മണ്ടേല ആർട്ടിൻ്റെ പിക്ചർ പ്രിൻ്റ് എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രിഡ് ചെയ്തിട്ട് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഗ്രിഡിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇപ്പോഴത്തെ ഞാൻ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു യെല്ലോ കളറിൽ മാത്രമേ വന്നിട്ടുള്ളൂ. നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിൽ കളർ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കർ വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ പെയിൻറ്റ് വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പോയിൻറ്റഡ് ബ്രഷ് ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മാർക്കർ വെച്ച് ചെയ്താൽ നമ്മുടെ പെയിൻറ്റ്, ഈ ബോട്ടിലത്തെ പെയിൻറ്റ് ഇളകി പോരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മാർക്കർ നിറം പിടിക്കില്ല. അപ്പോൾ അതൊരു കുഴപ്പമാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ടിപ്പുള്ള പേന പോലത്തെ ടിപ്പുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് പെയിൻറ്റിൽ മുക്കിയിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മിന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും വരയ്ക്കാനുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചിത്രമൊക്കെ ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ബോട്ടിൽ ചിത്രം വരച്ചാൽ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി നമുക്കതിൻ്റെ നെക്ക് ഭാഗത്തായിട്ട് ജൂട്ട് ത്രെഡ് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലത്തെ നോസിൽ കളഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഈ ജൂട്ട് ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ആർട്ട്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, എന്നാൽ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.